അപ്പൊ മക്കളെ, നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാല് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിലേക്ക് പോവാണ്. അതിന്റെ മുന്നോടിയായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ +1 വിദ്യാർത്ഥികൾക്കും ഇനിയിപ്പോ +2 ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും എല്ലാവരും പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ മാക്സിമം കാണണം. ഇതിന് ശേഷം വരുന്ന പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അല്ലാതെ വീഡിയോ മാത്രം നിങ്ങൾ കണ്ടിട്ട് ഫുള്ള് സ്കോർ ചെയ്യാം. അത് മതിയായിരിക്കാം, പക്ഷേ എന്നിരുന്നാൽ പോലും കുറച്ചുകൂടി എക്സ്ട്രാ അഡീഷണൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ബുക്കിലുള്ളവരുണ്ട്. ആ ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഇനി നിർബന്ധമായിട്ട് വർക്കൗട്ട് ചെയ്യണം. അപ്പം ഈ A+ അക്കാദമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാർട്ട് ചെയ്യാം. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഈ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പല കുട്ടികൾക്കും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് റെക്ടിഫിക്കേഷൻ എറേഴ്സ്. ട്രയൽ ബാലൻസ് റിസർച്ച് ചെയ്യാൻ അറിയാം, പക്ഷെ റെക്ടിഫിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് കുട്ടികൾ പറയാറുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പതുക്കെ പോവുള്ളൂ. ആദ്യം ഞാൻ എന്ത് ചെയ്യും, കുറച്ച് തിയറി ടോപ്പിക് എടുക്കും, എന്നിട്ട് പ്രാക്ടിക്കലിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്യും. ഈ പ്രോബ്ലംസ് ആയിരിക്കും അവിടെ ചെയ്യുന്ന ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും എനിക്ക് എക്സാമിന് ചോദിക്കാം. അപ്പൊ അതിന്റെ പിന്നെ ആ 20 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും. അതിന്റെ അകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ട്രയൽ ബാലൻസിന്റെ ക്വസ്റ്റ്യൻസും കൂടിയും ഉൾപ്പെടുത്തി നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് കയറാം. നിങ്ങൾ ടൈം വിലപ്പെട്ട ടൈമാണ്, പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് സെറ്റ് ആക്കിയിട്ടിരിക്കണേ. സോ എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു സാധനം മനഃപൂർവ്വം ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ മിസ്റ്റേക്ക് ആയിട്ട് നമ്മൾ കാണാറില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുക, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല സ്പീഡിലല്ലേ അവനെ ഇടിക്കണം എന്നൊരു ഉദ്ദേശത്തിലേക്ക് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആക്സിഡന്റ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങളുടെ അടുത്തുള്ള ഫാൾട്ടാണ്. ഇനി നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് അറിയാതെ ഒരാളെ തട്ടിപ്പോയി, ഇത് ഒരു മിസ്റ്റേക്കാണ്, ഒരു സോറി പറഞ്ഞാൽ ചിലപ്പോൾ അത് സോൾവ് ആവാം. അതേമാതിരി തന്നെയാണ് അക്കൗണ്ടിങ്ങിലേക്ക് വരുന്ന സമയത്ത്. അക്കൗണ്ടിങ്ങിൽ നിങ്ങളൊരു ട്രാൻസാക്ഷൻസോ അല്ലെങ്കിൽ അക്കൗണ്ട്സ് ചെയ്യുന്ന സമയത്ത് മനഃപൂർവ്വം നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുത്തുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ഫ്രോഡ്. നിങ്ങൾ അറിയാതെ സംഭവിക്കുന്നതാണെങ്കിൽ, അൺനോയിൻലി സംഭവിക്കുന്നതാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ എറേഴ്സ്. സോ അക്കൗണ്ടിങ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ജസ്റ്റ് നീ ഒന്ന് വായിച്ചു നോക്കാം. അക്കൗണ്ടിങ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ് എറേഴ്സ്, ദിസ് ആർ മിസ്റ്റേക്ക് ആവണമെങ്കിൽ എന്തായിരിക്കണം? ദിസ് എ ഒമിഷൻസോ മിസ്റ്റേക്ക് ആൻഡ് ഒമിഷൻസ് അൺനോയിങ്ലി മീൻസ് അറിയാതെ അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാതെ സംഭവിക്കുന്നതായിരിക്കണം. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. എറേഴ്സ് പൊതുവെ പ്രധാനമായിട്ടും 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. എറേഴ്സ് ഓഫ് ക്ലറിക്കൽ നാച്ചർ ഉണ്ട്, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇനി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലറിക്കൽ നാച്ചേഴ്സിലും എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസിനൊക്കെ ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. പോവല്ലേ? ഞാൻ എറേഴ്സ് ഓഫ് ഒരു പ്രിൻസിപ്പിൾസ് പറയുമ്പം അവിടെ തന്നെ എക്സാമ്പിൾസ് പറയും കേട്ടോ. അപ്പൊ നല്ല ശ്രദ്ധിച്ചിരിക്കണേ. റെഡി? പ്രധാനമായിട്ടുള്ള ക്ലറിക്കൽ എറേഴ്സ് ഏതൊക്കെ അറിയടാ? ക്ലറിക്കൽ എറേഴ്സ്, എറേഴ്സ് ഓഫ് കമ്മീഷൻ, എറേഴ്സ് ഓഫ് ഒമിഷൻ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഇങ്ങനെ 3 എറേഴ്സ് ആണ്. അപ്പം നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയും ടൈപ്പ് ഓഫ് എറേഴ്സ് നിങ്ങൾ പഠിക്കാനുണ്ട്. അതായത് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ്, എറേഴ്സ് ഓഫ് കമ്മീഷൻ, എറേഴ്സ് ഓഫ് എറേഴ്സ് ഓഫ് ഒമിഷൻ, പിന്നെ കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഇത്രയും തന്നെ ടൈപ്സ് ഓഫ് എറേഴ്സ് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റത്തെ എറേഴ്സ് ആണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ഇതിൽ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ബാക്കി നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ 20 ക്വസ്റ്റ്യൻസിൽ അത് ഉൾപ്പെടുത്തി ചെയ്യും. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നിങ്ങൾ ഒരു അക്കൗണ്ടിങ്ങിൽ ഒരു എൻട്രി എഴുതുന്ന സമയത്ത് നിങ്ങൾ അക്കൗണ്ടിങ്ങിന്റെ റൂള് വയലേറ്റ് ചെയ്തിട്ടാണോ നിങ്ങൾ എൻട്രി എഴുതുന്നതെങ്കിൽ, അക്കൗണ്ടിങ് റൂള് വയലേറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ്, എക്സ്പെൻസ്, ലാബിലിറ്റീസ്, ഇൻകം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടാണ് നിങ്ങൾ എൻട്രി എഴുതുന്നതെങ്കിൽ ആ എറേഴ്സിനെ പറഞ്ഞവരാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ്. ദീസ് എറേഴ്സ് ഒക്കർ when the accounting principles are violated at recording of transactions. നിങ്ങൾ ട്രാൻസാക്ഷൻസ് എഴുതുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ റൂള് വയലേറ്റ് ചെയ്തിട്ടാണോ നിങ്ങൾ എൻട്രി ചെയ്തുന്നത്? യെസ്. അങ്ങനെയാണെങ്കിൽ ആ എറേഴ്സിനെ പറഞ്ഞ പേരാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞത്. ഇനി അതാണ് എനിക്ക് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് മനസ്സിൽ വേണ്ട സാധനം. ഇനി കുറച്ച് എക്സാമ്പിൾ പറഞ്ഞുതരും. അപ്പം നിങ്ങൾ മനസ്സിൽ കുറച്ചുകൂടി കൂടുതൽ സാധനങ്ങൾ സെറ്റാവും. ഓക്കെ, ഇവിടെ പറയുന്നത് വെച്ചാൽ പർച്ചേസ് ഓഫ് ഒരു എക്സാമ്പിൾ എടുക്കാൻ പോകണുണ്ടോ. ഒരു ഫർണിച്ചർ വാങ്ങിയത് പർച്ചേസ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്തു. ഒരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോട്ടോ. ഫർണിച്ചർ പർച്ചേസ് ചെയ്തു ഒരു ₹100
രൂപക്ക് അല്ലെങ്കിൽ 10,000 രൂപക്ക് ഫർണിച്ചർ വാങ്ങി. ഇവരെന്താ ചെയ്തു അറിയോ? ഈ എൻട്രി ചെയ്തെന്ന് ആൾക്ക് അറിയില്ല സംഭവം. അയാൾ എന്ത് ചെയ്തു വെച്ചാൽ റോങ് തെറ്റായിട്ട് ഇങ്ങനെ എഴുതി, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 10,000 കാണിച്ചു. എൻട്രി ശരിയാണോ തെറ്റാണോ? എൻട്രി തെറ്റാണ്. എന്താണ് തെറ്റെന്ന് പറയുന്നത്? പർച്ചേസർ ഒരു എക്സ്പെൻസ് ആണ് നിങ്ങൾ എഴുതിയത്. യെസ്, ശരി, തെറ്റാണ്. നിങ്ങൾക്ക് ആക്ച്വലി എന്തായിരുന്നു വേണ്ടിയത്? ഫർണിച്ചർ എന്നുള്ള ഒരു അസറ്റാണ് നിങ്ങൾക്ക് വേണ്ടിയിരുന്നത്. സോ കറക്റ്റ് എൻട്രി എന്ന് പറയുമ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ് നമ്മൾ എഴുതേണ്ടത്. അതിൻ്റെ പകരം അവരെന്ത് എഴുതിപ്പോയി? പർച്ചേസ് എഴുതിപ്പോയി. ഒരു അസറ്റ് എഴുതിന് പകരം ഒരു എക്സ്പെൻസ് എഴുതിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഈ എറേഴ്സിനെ പറയുന്ന പേരാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ്. എന്താ അവിടെ സംഭവിച്ചത്? നിങ്ങൾ പറ, നിങ്ങളൊരു അസറ്റ് വേണം, ആ അസറ്റ് എഴുതിൻ്റെ പകരം നിങ്ങൾ എന്ത് എഴുതിപ്പോയി? ഒരു എക്സ്പെൻസിനെ കൊണ്ട് എഴുതിപ്പോയി. ഇങ്ങനെ ടൈപ്പ് ഓഫ്, അതായത് അല്ലെങ്കിൽ സെയിൽസ് ലാബിലിറ്റീസിൻ്റെ പകരം ഇൻകംസ് എഴുതിപ്പോയി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന കേസസ് വരികയാണെങ്കിൽ അക്കൗണ്ടിങ് റൂളിൽ നമുക്ക് റൂൾ അറിയാലോ, അക്കൗണ്ടിങ് റൂൾസ് വയലേറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു എൻട്രി ചെയ്താണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് ഞാൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഞാൻ പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് ഞാൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ട്രയൽ ബാലൻസ് ശരിയാവോ തെറ്റാവോ എന്നാണ് അടുത്തൊരു പ്രശ്നം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ഒരു ട്രയൽ ബാലൻസ് ഉണ്ട്. ക്യാപിറ്റൽ 1 lakh ഉണ്ട്, ക്യാഷ് 80,000 ഉണ്ട്, എൻ്റെ ബാങ്കിൽ 20,000 ഉണ്ട്. ഇപ്പോൾ രണ്ട് സൈഡിലും 1 lakh ഉണ്ട്. ഓക്കെ, റെഡി. ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ എൻട്രി, അതായത് ഞാൻ ഫർണിച്ചർ അക്കൗണ്ട് ക്യാഷ് ആണ് ആക്ച്വലി കറക്റ്റ് എൻട്രി. ഞാൻ എഴുതി പോയത് പർച്ചേസ് അക്കൗണ്ട് ക്യാഷ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ എൻട്രിൻ്റെ ബേസിൽ പറയാം. ഞാനിവിടെ പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് എന്ന് എഴുതി കഴിഞ്ഞാൽ എൻ്റെ ട്രയൽ ബാലൻസിൻ്റെ അകത്ത് നിന്ന് സംഭവിക്കുക, പർച്ചേസിന് പുതിയൊരു എക്സ്പെൻസ് വരും, എൻ്റെ ക്യാഷിന് 10,000 കുറയും ചെയ്യും. ഇതിൽ സംഭവിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ എഴുതുന്നത് പർച്ചേസ് എന്ന പുതിയൊരു എക്സ്പെൻസ് വന്നു. പർച്ചേസിന് എക്സ്പെൻസ് 10,000 രൂപ വന്നു. എൻ്റെ ക്യാഷ് 80,000 ഉള്ളതിന് 10,000 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര രൂപ ഉണ്ടാവും? ക്യാഷ് 70,000 ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ട്രയൽ ബാലൻസ് ഇപ്പോൾ 1 lakh ഉണ്ടാവും. ഇവിടെയും 1 lakh ഉണ്ട്, ഇവിടെയും 1 lakh ഉണ്ട്. ശരിയാണോ തെറ്റാണോ? ശരിയാണല്ലോ. ഇനി ഇത് തെറ്റാണോ എൻട്രി? യെസ്, എൻട്രി തെറ്റാ. ഇവിടെ ഇയാൾ വരാൻ പാടില്ല, പർച്ചേസ് അവിടെ വരാൻ പാടില്ല. പർച്ചേസ് എക്സ്പെൻസ് ആണ്, അവിടെ വരാൻ പാടില്ല. അവിടെ ആര് വരണം? അവിടെ നിങ്ങൾ കറക്റ്റ് അവിടെ ആരെ വരണ്ടേ? ഇവിടെ ഫർണിച്ചർ എന്ന അസറ്റ് വരണം. അല്ലെങ്കിൽ ആൻസർ ശരി തെറ്റാണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ മാതിരി ഞാൻ പർച്ചേസ് ഒഴിവാക്കി, ഇവിടുത്തെ പർച്ചേസ് വല്ലാണ്ട് കട്ട് ചെയ്തിട്ട് അതിന് പകരം ഞാൻ ഫർണിച്ചർ എഴുതിയാലോ? പ്രശ്നം സോൾവ് ആവുമോ? നിങ്ങളെ എഴുതി നോക്കാം നമുക്ക് അല്ലേ. അപ്പം ട്രയൽ ബാലൻസ് മാറ്റം ഉണ്ടാവുമോ നോക്കണേ, ട്രയൽ ബാലൻസിൻ്റെ എമൗണ്ടിൽ മാറ്റം ഉണ്ടാവുമോ നോക്കണേ. സോ ഞാൻ ഇവിടെ എഴുതി ഫർണിച്ചർ 10,000 എഴുതി. ഇപ്പം ട്രയൽ ബാലൻസ് ശരിയാണോ? ഇപ്പം ട്രയൽ ബാലൻസ് ശരിയാണ്. അതായത് അക്കൗണ്ടിങ് റൂള് വയലേറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണല്ലോ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് വരുമ്പോൾ ട്രയൽ ബാലൻസിന് മാറ്റങ്ങൾ ഉണ്ടാവുമോ? ഒരു മാറ്റം ഉണ്ടാവില്ല. കാരണം നിങ്ങളിവിടെ ഫർണിച്ചർ എഴുതിയാലും ശരി, നിങ്ങളിവിടെ പർച്ചേസ് എഴുതിയാലും ശരി, രണ്ട് എഴുതിയാലും നിങ്ങൾ ട്രയൽ ബാലൻസ് ടാലി ആയിരിക്കും. കാരണം ഇതിൻ്റെ അകത്ത് ഇത് പർച്ചേസ് ചെയ്താലും ഫർണിച്ചർ എഴുതി കഴിഞ്ഞാലും രണ്ടിനും ട്രയൽ ബാലൻസിൽ ഒരു വേരിയേഷനാണ്. ഡെബിറ്റ് സൈഡിൽ എഴുതണ്ടേ. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫർണിച്ചർ പർച്ചേസ് എക്സ്പെൻസ് ആണ്, ഫർണിച്ചർ അസറ്റാണ്. രണ്ട് എഴുതി കഴിഞ്ഞാലും നിങ്ങൾ ട്രയൽ ബാലൻസിൻ്റെ അകത്ത് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അതുകൊണ്ട് ട്രയൽ ബാലൻസ് ശരിയാവും. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ എക്സാം ചോദിക്കും എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് സമയത്ത് നിങ്ങൾ ട്രയൽ ബാലൻസ് ശരിയാവോ ഇല്ലയെന്ന് ചോദിക്കും. ട്രയൽ ബാലൻസ് സമയത്ത് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ സമയത്ത് ട്രയൽ ബാലൻസ് ടാലി ആയിരിക്കും. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസ് ആയാലും പർച്ചേസ് ആയാലും ഇപ്പോൾ ഇൻകം ആയാലും ലാബിലിറ്റീസ് ഒക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ട്രയൽ ബാലൻസ് ശരിയായിരിക്കും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യാം? നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണ്ട, എന്ത് ഒഴിവാക്കണം? നിങ്ങൾക്ക് പർച്ചേസ് വേണോ? വേണ്ട, പർച്ചേസ് ഒഴിവാക്കണം. അതിന് പകരം നിങ്ങൾക്ക് ആരെ കയറ്റണം? ഫർണിച്ചർ കയറ്റണം അല്ലേ? ഓക്കെ, അപ്പോൾ ട്രയൽ ബാലൻസ് നമുക്കൊരു ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നിങ്ങളെ ഓർത്ത് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണിത്. നമ്മൾ നേരത്തെ അസറ്റ്, എക്സ്പെൻസ്, ലാബിലിറ്റി, ഇൻകംസ്. അസറ്റ് നിങ്ങൾ കൂട്ടാൻ, എക്സ്പെൻസ് കൂട്ടാൻ,
ലാബിലിറ്റീസ് കൂട്ടാൻ, ഇൻകംസ് കൂട്ടാൻ. ഓക്കെ, ശ്രദ്ധിച്ചോ. അസറ്റ് കൂട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അസറ്റ് കൂട്ടണമെങ്കിൽ നിങ്ങൾ ഡെബിറ്റ് ചെയ്യണം, ആ അസറ്റിന് ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് കൂട്ടാനോ നിങ്ങൾ എക്സ്പെൻസിന് ഡെബിറ്റ് ചെയ്യണം. ലാബിലിറ്റീസ് കൂട്ടാനോ നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യണം. ഇൻകംസ് കൂട്ടാനോ ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അസറ്റ് കുറക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അസറ്റ് കുറക്കാൻ നിങ്ങൾ ക്രെഡിറ്റ് ചെയ്താൽ മതി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും കോർ ഇതാണ്. എക്സ്പെൻസ് കുറക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ക്രെഡിറ്റ് ചെയ്താൽ മതി എക്സ്പെൻസിനെ. ലാബിലിറ്റീസ് കുറക്കാൻ എന്ത് ചെയ്താൽ മതി, ലാബിലിറ്റീസിനെ ഡെബിറ്റ് ചെയ്താൽ മതി. ഇൻകംസ് കുറക്കാൻ ഇൻകത്തിനെ ഡെബിറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിലേ മക്കളെ നിങ്ങൾ പറ, ഇവിടെ എന്താ പ്രശ്നമുള്ളത്? ഇവിടെ പ്രശ്നം കിടക്കുന്നത് പർച്ചേസ് എന്നൊരു എക്സ്പെൻസ് കൂടി കിടക്കുന്നുണ്ട്. യെസ്, ആ എക്സ്പെൻസ് നിങ്ങൾക്ക് ഒഴിവാക്കണം. പകരം ഫർണിച്ചർ എന്നുള്ള പുതിയൊരു അസറ്റ് കയറ്റണം. അസറ്റ് കൂട്ടാൻ ഡെബിറ്റ് ചെയ്യണം. ഈ പർച്ചേസിന് ക്യാൻസൽ ആകാനോ, പർച്ചേസ് എക്സ്പെൻസ് ആണ്, ആ എക്സ്പെൻസ് കൂടി കിടക്കുകയാണോ? യെസ്, കൂടി കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ എക്സ്പെൻസിനെ കുറച്ചാൽ പോരെ. എക്സ്പെൻസിനെ കുറക്കുകയാണെങ്കിൽ എന്ന് പറയാൻ എന്താ ചെയ്യുക, എക്സ്പെൻസിനെ കുറക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? എക്സ്പെൻസിനെ കുറക്കാൻ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? എക്സ്പെൻസിനെ കുറക്കാൻ പറ, എക്സ്പെൻസ് കൂട്ടണം, എക്സ്പെൻസ് കുറക്കാൻ ക്രെഡിറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ടു പർച്ചേസ് എന്ന് എഴുതിയാൽ പോരെ. അപ്പം നിങ്ങളെ കൂട്ടിയിട്ടുള്ള പർച്ചേസ് എക്സ്പെൻസ് എമൗണ്ട് കുറഞ്ഞല്ലോ. ഇനി നിങ്ങൾ ഡെബിറ്റിൽ എന്ത് എഴുതണം? ഡെബിറ്റിൽ നിങ്ങൾ ഫർണിച്ചർ എഴുതണം. കാരണം നിങ്ങൾക്ക് ഒരു അസറ്റ് കൂട്ടണം, അസറ്റ് കൂട്ടാൻ ഡെബിറ്റ് ചെയ്താൽ മതി. സോ ഞാനിവിടെ എഴുതുന്നത് ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു 10,000 ടു പർച്ചേസ് എന്ന് കണ്ടാണ് ഞാൻ എന്ത് ചെയ്യുക, റെക്ടിഫിക്കേഷൻ എൻട്രീസ് എഴുതുക. എന്താണ് റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതുന്നത്? റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതുമ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് എന്ന് കണ്ടാൽ കാണിക്കാം. എന്തുകൊണ്ടാണ് ഫർണിച്ചർ ക്രെഡിറ്റ് ആയത് അറിയോ? കൂടിയ പർച്ചേസ് കുറച്ചു, എക്സ്പെൻസ് കുറച്ചു, എന്നിട്ട് പുതിയൊരു അസറ്റ് കയറ്റി, അസറ്റ് കൂട്ടാൻ ഡെബിറ്റ് ചെയ്താൽ മതി. സോ ഇതാണ് എന്ത് റെക്ടിഫിക്കേഷൻ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പറയാനുള്ളത്. അപ്പോൾ ഇത്ര ആലോചിക്കാം. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് നിങ്ങളുടെ ട്രയൽ ബാലൻസിനെ ബാധിക്കോ? ഇല്ല. ഫസ്റ്റ് വൺ, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? അക്കൗണ്ടിങ് റൂൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. സോ ബാക്കിയുള്ള എറേഴ്സ് വെയിറ്റ് ചെയ്യുക, നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ആരും സ്കിപ്പ് ചെയ്യരുത്, ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. ഓക്കെ, താങ്ക് യു.